18 വർഷം മുൻപ് ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായ യുവതിയെ കൊന്നു കുഴിച്ചുമൂടി എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 20 വയസ്സുണ്ടായിരുന്ന കല എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്നു. സംഭവത്തിൽ 5 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഒപ്പം തന്നെ ഈ സെപ്റ്റിക് ടാങ്ക് കുഴിച്ചുള്ള പരിശോധനയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് യു ഷൈജു ആണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. യു ഷൈജു, പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്താണ് പോലീസ് ഇപ്പോൾ പറയുന്നത്? രേഷ്മ, അന്വേഷണം ഭാഗമായുള്ള പരിശോധന അതിന്റെ നിർണായക ഘട്ടം എത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം പോലീസ് ഈ സെപ്റ്റിക് ടാങ്ക് പൊട്ടിച്ചു, അത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ അതിലേക്ക് കടക്കുക എന്ന ഒരു രീതി സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഈ സാധാരണ സെപ്റ്റിക് ടാങ്കുകൾ പൊട്ടിച്ചാൽ എടുക്കേണ്ടുന്ന അത് ചെയ്യാൻ കഴിയുന്ന ആളുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ആ ആളുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഒരു പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഏതാണ്ട് 3/4 മണിക്കൂറോളം സമയമായി കഴിഞ്ഞിരിക്കുന്നു പരിശോധന ആരംഭിച്ചിട്ട്. പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുമ്പ് ഇതിന്റെ ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഈ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 5 പേരിൽ നിന്നും ലഭിച്ചിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണമുള്ളത്. ഈ കലയെ കൊന്ന് അനിൽകുമാറിന്റെ കാറിൽ എത്തിച്ച് അതിനുശേഷം ഈ സെപ്റ്റിക് ടാങ്കിലേക്ക് ഇട്ടു എന്ന ഒരു മൊഴിയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. ഈ അനിൽകുമാറിന്റെ വളരെ അടുത്ത ബന്ധുക്കളായ ആളുകളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. അവരെ ചോദ്യം ചെയ്തതിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുകയും ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണ പുരോഗതിയാണ്. കാരണം 2 മാസമായി പോലീസ് അതീവ രഹസ്യമായി നടത്തുന്ന അന്വേഷണമാണ്. ആ അന്വേഷണമാണ് ഇപ്പോൾ ഈ പരിശോധനകളിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം നമുക്കറിയാം, കേരളത്തിൽ സമാനമായ പല വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയും അപ്രതീക്ഷിതമായ ഫലങ്ങളിലേക്കുമൊക്കെ എത്തിയ സംഭവങ്ങൾ നമുക്ക് അറിയാം. ഇത് ഏതാണ്ട് 10, 15, 18 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. ആ സംഭവത്തിന് പോലീസ് എത്തുന്നത് തന്നെ അതീവ യാദൃച്ഛികമായിട്ടാണ്. കാരണം പോലീസിന് ലഭിക്കുന്ന ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ജില്ലാ പോലീസ് മേധാവി അമ്പലപ്പുഴ പോലീസിന് അന്വേഷണം കൈമാറുന്നു. അമ്പലപ്പുഴ പോലീസ് അതീവ രഹസ്യമായി അന്വേഷണം നടത്തുന്നു. കൊലപാതകമാണ് എന്ന കണ്ടെത്തലുകളിലേക്ക്, അതിന്റെ വഴികളിലേക്ക് പോലീസ് എത്തുന്നു. 5 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത ആളുകളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകമാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിക്കുന്നു. അതിനുശേഷം ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ മൃതദേഹം എവിടെയാണ് ഉപേക്ഷിച്ചത് എന്ന കണ്ടെത്തലുകളിലേക്ക് എത്തുന്നു. അത് വീടിനോട് ചേർന്നുള്ള സെപ്റ്റിക് ടാങ്കിലാണ് എന്ന ഒരു മൊഴി പോലീസിന് ലഭിക്കുന്നു. അതനുസരിച്ച് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി നിന്നുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട്, കാരണം സാധാരണഗതിയിൽ ഇത്തരം പരിശോധന നടക്കുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന ചില കടമ്പകളുണ്ട്. ആ കടമ്പകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നടത്തിയത് പോലും ആരും അറിഞ്ഞില്ല. അത്തരത്തിൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ആ പഴുതടച്ച അന്വേഷണത്തിന്റെ ഒരു ഫലം പോലീസ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഇപ്പോൾ ഈ പരിശോധന നടക്കുമ്പോൾ പോലും ഈ ഉച്ച സമയത്ത് ഈ പരിശോധനയ്ക്ക് ഇവിടെ എന്തൊക്കെ യന്ത്രങ്ങൾ എത്തണം, അവിടെ ആരെയൊക്കെയാണ് ഈ പരിശോധനയ്ക്ക് സഹായിക്കാൻ പോലീസിന് കൂടെ ഉണ്ടാവേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. കാരണം സാധാരണ സെപ്റ്റിക് ടാങ്ക് പൊട്ടിച്ച് പരിശോധിക്കുന്ന അതിന്റെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന വിദഗ്ധരായ ആളുകൾ വരുന്നു. അത് നീക്കം ചെയ്യുന്നതിനുള്ള വാഹനങ്ങൾ തയ്യാറാകുന്നു. മണ്ണുമാന്തി യന്ത്രം എത്തുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം പരിശോധന നടക്കുന്ന ഓരോ ഘട്ടത്തിലുമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും അത് ചിത്രമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന. അത്തരത്തിൽ ഒരു സിനിമ തിരക്കഥയെ വെല്ലുന്നത് പോലെയുള്ള ഒരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ ആ പോലീസ് തയ്യാറാക്കിയ തിരക്കഥ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ അന്വേഷണത്തിലേക്ക് അവർ തയ്യാറാക്കിയ ഒരു പ്ലാൻ, ആ പ്ലാൻ ഏറെക്കുറെ കൃത്യമായി നടപ്പിലാക്കുന്ന രീതിയിലാണ് പോലീസ് അന്വേഷണം. കാരണം ഈ പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകരെയോ നാട്ടുകാരെയോ ആരെയും അങ്ങോട്ട് കയറ്റാതെ പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പോലീസ് കൊണ്ടുവന്നിട്ടുള്ള മറ്റ് വിദഗ്ധരും അടക്കമുള്ള ആളുകൾ മാത്രം നിന്നുകൊണ്ടുള്ള ഒരു പരിശോധന. ആ പരിശോധനയുടെ ഓരോ ഘട്ടവും പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടും ആ പരിശോധനയുടെ ഓരോ ഘട്ടവും നിർണയിച്ചുകൊണ്ടുമാണ് പോലീസ് അതിന്റെ പരിശോധനയിലേക്ക് കടക്കുന്നത്. ഷൈജു, ഇവിടെ ഒരു ഊമക്കത്ത് ലഭിച്ചതോടെയാണ് പോലീസ് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ഊമക്കത്ത് പോലീസിന് അതെപ്പോൾ ലഭിച്ചതാണ്? ഒപ്പം തന്നെ ഈ കല എന്ന യുവതിയെ കാണാതായത് എത്ര വർഷങ്ങൾക്ക് മുൻപാണ്?
രശ്മ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് സംബന്ധിച്ച പല വിവരങ്ങളാണ് ലഭിക്കുന്നത്. പോലീസിന് ഇത് സംബന്ധിച്ച് പോലീസ് മാധ്യമങ്ങളോട് കൃത്യമായി പ്രതികരിച്ചാൽ മാത്രമായിരിക്കും ഒരു കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും 15 വർഷത്തിലേറെയായി, ഏറെക്കുറെ 18 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കലയെ ഈ അനിൽകുമാർ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. അതിനുശേഷം ഈ ഒരു വേളയിൽ കലയെ കാണാതാകുന്നു. ആ സമയത്ത് കലയ്ക്ക് 27 വയസ്സാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സന്ദർഭത്തിൽ ഈ കലയെ ഒരു ദിവസം കാണാതാകുമ്പോൾ കുറച്ച് സ്വർണവും എടുത്തുകൊണ്ട് കല ഇവിടെ ആരുമായോ പോയി എന്നൊരു വിവരമാണ് നാട്ടുകാരുടെ മുന്നിൽ ഈ അനിൽകുമാർ പങ്കുവെക്കുന്നത്. പക്ഷേ പോലീസിന് ഇങ്ങനെ പോയി എന്നൊരു പരാതി അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കലയുടെ ബന്ധുക്കളോ മറ്റാരെങ്കിലും ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ്, ഇങ്ങനെ ഒരു ആള് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും നൽകിയിട്ടില്ല എന്ന് പോലീസിന് ഇപ്പോൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ കേസ് അവിടെ അന്വേഷിച്ച് അവസാനിച്ചു എന്ന് കരുതിയെടുത്താണ് ഇപ്പോൾ നിർണായകവും അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതുമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. കലയെ കൊന്നു വീടിനോട് ചേർന്ന് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടി എന്ന ഒരു മൊഴി പോലീസിന് ലഭിക്കുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഏറെക്കുറെ ഉറപ്പുവരുത്തുന്നു. അതായത് ഈ കലയെ കൊന്നതാണെന്നും ഇത് കൊലപാതകമാണെന്നും അനിൽകുമാറും ബന്ധുക്കളും ഒക്കെ ചേർന്ന്, ബന്ധുക്കളിൽപ്പെട്ട ചില ആളുകളും ഒക്കെ ചേർന്ന് നടത്തിയതാണ് എന്ന തരത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത്തരം ഒരു പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയാണ് ഇപ്പോൾ പരിശോധനകൾക്ക് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ നേരത്തെ അമ്പലപ്പുഴ സിഐയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. ഈ അന്വേഷണ അടിസ്ഥാനത്തിൽ 5 പേരെ, അതായത് ഈ അനിൽകുമാറിന്റെ ബന്ധുക്കളായ 5 ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് പോലീസിന് ലഭിക്കുന്നത്. അനിൽകുമാറിന്റെ കാറിലാണ് ഇവരെ എത്തിക്കുന്നതും ഈ മൃതദേഹം എത്തിച്ച് ഇവിടെ കുഴിച്ചു മൂടുന്നത് എന്ന ഒരു മൊഴി പോലീസിന് ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിവരങ്ങളിലേക്ക് എത്തുകയും പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഉച്ചയോടുകൂടി തന്നെ, ഉച്ചയ്ക്ക് പരിശോധനയ്ക്ക് എത്തുന്ന ഒരു വിവരമാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് പോലും ലഭിക്കുകയും ഈ വിവരം പുറം ലോകം അറിയുമൊക്കെ ചെയ്യുന്ന അത്രത്തോളം അതീവ രഹസ്യമായി അങ്ങേയറ്റം പഴുതടച്ച ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു. പോലീസിന്റെ ഓരോ അന്വേഷണത്തിന്റെ ഓരോ കാര്യവും നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതിന്റെ പൂർണ്ണ തോതിൽ നമുക്ക് വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല എങ്കിൽ പോലും പോലീസ് ഈ അന്വേഷണം നടത്തിയ വളരെ കൃത്യമായ വിവരങ്ങളിലേക്ക് എത്തണം എന്ന നിർബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു അന്വേഷണം. കാരണം ജില്ലാ പോലീസ് മേധാവി ചൈത്ര ജോണിന് ഈ കത്ത് ലഭിക്കുന്നു. അവർ ബന്ധപ്പെട്ടവർക്ക് ഇത് കൈമാറുന്നു. അതിന്റെ ഒരു അന്വേഷണ ചുമതല അമ്പലപ്പുഴ സിഐ കൈമാറുന്നു. അതനുസരിച്ച് അമ്പലപ്പുഴ സിഐയുടെ അന്വേഷണം അതീവ രഹസ്യമായി നടക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസമായി ഈ ഭാഗത്ത് മഫ്തിയിൽ പോലീസ് എത്തി പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് അത്രത്തോളം ആസൂത്രിതമായി നടത്തിയ ഒരു അന്വേഷണം. ആ അന്വേഷണത്തിന്റെ ഒരു ഫലം ഇനി എന്താകും എന്നത് മാത്രമാണ് അറിയാൻ ഉള്ളത്. കാരണം ഈ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പിളുകൾ ലഭിച്ചെങ്കിൽ മാത്രമാകും പോലീസ് അന്വേഷണത്തിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയും. അതോടൊപ്പം തന്നെ അനിൽകുമാർ വിദേശത്ത് ഇസ്രയേലിലാണ് ഉള്ളത്. അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും സമാന്തരമായി പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും പോലീസ് ലഭിച്ച രഹസ്യ വിവരം അന്വേഷിച്ച് അത് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തി പതിറ്റാണ്ടിന് ശേഷം നാട്ടുകാരുടെ മുന്നിലേക്ക് ഞെട്ടിക്കുന്ന ഒരു വിവരം കൈമാറുന്ന തരത്തിൽ പോലീസിന്റെ അന്വേഷണം മാറി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രേഷ്മ, അതീവ രഹസ്യമായുള്ള അന്വേഷണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു പരിശോധനയിലേക്കൊക്കെ, സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയിലേക്കൊക്കെ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. ഷൈജു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഷൈജു, ഈ പരിശോധന നടക്കുന്ന സ്ഥലത്ത്, അതായത് ഈ മാന്നാറിലെ വീട്ടിൽ നിലവിൽ ആരൊക്കെയാണ് താമസമുള്ളത്? രേഷ്മ, ഈ വീട്ടില് അനിൽകുമാറിന്റെ നിലവിലുള്ള കുടുംബമാണ് താമസിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനിൽകുമാറാണ് ഇപ്പോൾ വിദേശത്ത് ഉള്ളത്. അനിൽകുമാർ വിദേശത്തിട്ട് പോയിട്ട് കുറച്ച് കാലമായി. നമുക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വലിയ പഴക്കമുള്ള വീടൊന്നുമല്ല, പുതുതായി വെച്ച ഒരു വീടാണ്. ആ വീടിന് പുതുതായി വീട് വെച്ചെങ്കിൽ ഇതിനോട് ചേർന്ന ശുചിമുറി, ആ ശുചിമുറി പൊളിക്കാതെയാണ് ഈ വീട് വെക്കുകയും ചെയ്തിട്ടുള്ള. ആ ശുചിമുറിയോട് ചേർന്നുള്ള സെപ്റ്റിക് ടാങ്ക്, ആ ശുചിമുറി ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ ഈ കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് നിർമ്മിച്ച ആ ശുചിമുറിയാണ്. അതിനോട് ബന്ധിച്ച് ഫ്രണ്ടിലാണ് ഈ സെപ്റ്റിക് ടാങ്ക് ഉള്ളത്. അതാണ് ഇപ്പോൾ പോലീസ് പൊളിക്കുകയും ചെയ്തിട്ടുള്ളത്.
ആ അർത്ഥത്തിൽ ഇത്രയും നല്ല ഒരു പുതിയ വീട് നിർമ്മിച്ചിട്ടും ഈ പഴയ ശുചിമുറി പൊളിച്ചു മാറ്റാത്തത് വാസ്തു പ്രകാരം അത് പൊളിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിക്കാഞ്ഞതെന്നാണ് അനിൽകുമാർ നാട്ടുകാരോട് പറഞ്ഞതെന്നാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ഈ വീട്ടിൽ ഇപ്പോൾ ആളുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇതിന്റെ മുൻവാതിലൊക്കെ തുറന്നു കിടപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ അത് പോലീസിന്റെ ഒരു കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഇതെല്ലാം ഉള്ളത്. കാരണം ആ ഭാഗത്തൊക്കെ പോലീസ് കയറ് കെട്ടി തിരിച്ച് സീൽ ചെയ്ത് സമാനമായി മറ്റേ ആളുകളെയും മാധ്യമപ്രവർത്തകരടക്കം നമ്മൾ പോലും മറ്റൊരു വീടിന്റെ മുകളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പോലും പകർത്താൻ സാധിക്കുന്നത്. അത്രത്തോളം മാധ്യമങ്ങളോട് ആ അർത്ഥത്തിൽ സഹകരിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളും ആ അർത്ഥത്തിൽ സഹകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന, ആ പരിശോധനയാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഈ സെപ്റ്റിക് ടാങ്കിന്റെ ഏതാണ്ട് ഒരു ആഴം അതിലേക്ക് ഇറങ്ങിയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പിൾ ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ടത് ലഭിക്കുമോ എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം അങ്ങനെ ലഭിച്ചെങ്കിൽ മാത്രമേ അതിനൊരു തെളിവുണ്ടാക്കാൻ കഴിയൂ എന്ന കാരണം ഇത്രയും വർഷം പഴക്കമുള്ള ഒരു മൃതദേഹം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ അതിലെന്തായിരിക്കും ഫലം എന്നതടക്കമുള്ള ഒരു വിദഗ്ധ ഉപദേശമൊക്കെ പോലീസ് നേടിയിട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും ഈ പരിശോധനയ്ക്ക് ശേഷം പോലീസ് മാധ്യമങ്ങളോട് സംസാരിക്കുകയോ മാധ്യമങ്ങൾ പോലീസിൽ നിന്ന് വിവരങ്ങൾ അറിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ഈ പരിശോധന നടത്തുന്ന ആ സ്ഥലത്ത് തന്നെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പഴുത് ഇവിടെ നിന്ന് ലഭിക്കും എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതീക്ഷ. മാന്നാറിൽ വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 18 വർഷത്തോളം മുൻപ് കാണാതായ യുവതിയെ കൊന്നു മറവ് ചെയ്തു എന്ന സൂചനയെ തുടർന്നാണ് കല എന്ന യുവതിയുടെ ഭർത്താവ് അനിൽകുമാറിന്റെ ബന്ധുക്കളടക്കം 5 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. അവരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാന്നാറിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നത്. സെപ്റ്റിക് ടാങ്കിൽ കലയെ കൊന്നു കുഴിച്ചുമൂടി എന്നുള്ള തരത്തിലുള്ള മൊഴികളാണ് ഈ കസ്റ്റഡിയിലുള്ളവർ പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർണായകമായ പരിശോധന നടക്കുന്നത്.